പറയൂ വിനോദ്, ആ ഞെട്ടിക്കുന്ന തെളിവുകളുടെ കെട്ടഴിക്കൂ താങ്കൾക്ക് പറ്റുമെങ്കിൽ പ്ലീസ്. അല്ല, ഞാൻ ജനം ടി വിയിൽ വന്നിരിക്കുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. എന്താണെന്ന് കാര്യം എന്ന് വെച്ചാൽ ഒരു ചർച്ചയുടെ ഒരു ഡിബേറ്റിൻ്റെ ഡെക്കോറം പാലിക്കുന്ന ഒരു സമ്പ്രദായം ജനം ടി വിക്കില്ല. ഈ ചർച്ചയിലില്ലാത്ത ഒരാളെ വെച്ച് അയാൾ എന്തോ പറഞ്ഞു എന്നുള്ളതിനെ പറ്റിയിട്ട് ഇങ്ങനെ അതിനെ സംബന്ധിച്ച് ഈ ഡിബേറ്റ് തുടങ്ങുന്നതിന് മുമ്പ് മനാഫ് ഈ ഫ്ലോറിൽ വന്നിരുന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ അവതരിപ്പിച്ചത്. എന്തോ അല്ല പറഞ്ഞത്. എന്താ അന്ന് രണ്ടെണ്ണം അടിച്ചിട്ടാണോ അദ്ദേഹം ഇവിടെ വന്ന് പറഞ്ഞത്? ഇടപെടുന്നതല്ല നമ്പ്യാർജി, ഞാൻ ഇടപെടുന്നതല്ല നമ്പ്യാർജി, ഞാൻ ഇടപെടുന്നതല്ല. ഒറ്റ കാര്യം അദ്ദേഹത്തോട് ഓർമ്മിപ്പിച്ചോട്ടെ. നിങ്ങൾ പറഞ്ഞോളൂ. എന്നോട് ചോദ്യം ചോദിച്ചിട്ട് എന്റെ മൈക്ക് ഒച്ച കുറച്ച് വെച്ച് താങ്കളുടെ സമയത്ത് ഞാൻ ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ. തീർച്ചയായിട്ടും ഞാൻ താങ്കളുടെ സമയത്ത് അക്ഷരം മിണ്ടിയില്ലല്ലോ. ആരാണ് താങ്കൾ അടങ്ങി അവിടെ ഇരിക്കേ? താങ്കളല്ല ഈ മാധ്യമ ചർച്ച നടത്തുന്നത്. താങ്കളല്ലല്ലോ അനിൽ നമ്പ്യാർ ചർച്ച നിയന്ത്രിക്കണം. എന്റെ സമയത്തിന്റെ അകത്ത് മറ്റുള്ളവർക്ക് ക്ലാരിറ്റി വരുത്താൻ എന്നെ അനുവദിക്കണം. ഇത്തരത്തിലുള്ള ആളുകളെ ഭയപ്പെടേണ്ടെന്ന കാര്യമൊന്നുമില്ല. മിണ്ടാണ്ട് ഞാൻ പറയുന്നത് കേട്ടവരുടെ സമാധാനം. ഇവിടെ മനാഫിനെ കുറിച്ചിട്ട് ഞാൻ പറയാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ചെയ്തു അനുവദിച്ചു. മനാഫിന്റെ പേര് ഞാൻ പറയാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ശരി. ഇവിടെ മനാഫിന്റെ കാര്യം ഞാൻ പറയാനുണ്ടായ സാഹചര്യം അദ്ദേഹം ഈ ചർച്ചയിലുണ്ടോ ചർച്ചയിലില്ലയോ എന്നുള്ളതല്ല. ധർമ്മസ്ഥല കേസുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ 3 ദിവസമായിട്ട് SIT ചോദ്യം ചെയ്യുന്ന ആളാണ്. തീർച്ചയായിട്ടും ഈ വിഷയം എടുക്കുമ്പോൾ അദ്ദേഹം ഇതിനകത്തൊരു ഫാക്ടർ ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. അതിനകത്ത് ഡെക്കോറം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെയും ഡെക്കോറം മെയിൻറ്റെയിൻ ചെയ്യാത്തതിന്റെ വിഷയമല്ല. ഈ സബ്ജക്റ്റിനകത്ത് അയാളൊരു മാറ്ററാണ്. തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ടി വരും. അങ്ങേക്ക് അതിനകത്ത് വിഷമം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചർച്ച ചെയ്യേണ്ടി വരും. വിനോദ് പ്രൊസീഡ്. കേട്ടല്ലോ അനിൽ നമ്പ്യാരെ, അദ്ദേഹം താങ്കളെ പഠിപ്പിക്കുന്നത് കേട്ടല്ലോ. ആ ഡെക്കോറം മെയിൻറ്റെയിൻ ചെയ്യാൻ അനിൽ നമ്പ്യാര് യുവരാജ് ഗോകുൽ പഠിപ്പിച്ചത് നന്നായി. അതവിടെ നിൽക്കട്ടെ. ഇങ്ങനെ പഠിപ്പിക്കുന്ന ആളുകളെ കൊണ്ടുവന്ന് ഇരുത്തണം. എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഡെക്കോറം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ പറ്റി. ഇപ്പോൾ യുവരാജ് ഗോകുലിന്റെ ക്ലാസ് താങ്കൾ കേട്ടല്ലോ. അപ്പോൾ അവിടെ എനിക്ക് പറയാനുള്ളത്, ഈ തെളിവുകൾ, ഈ സാക്ഷികൾ, ഈ മൊഴികൾ ഇതെല്ലാം ശേഖരിക്കുന്നതിനാണ് DGP തലത്തിലുള്ള ഏറ്റവും ഉയർന്ന 4 ഉദ്യോഗസ്ഥരുൾപ്പെടെ 20 അംഗ ടീം ഉൾപ്പെടെ 24 ടീമിനെ അവിടെ 90 ദിവസം സമയം അനുവദിച്ചുകൊണ്ട് കോടതി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതിന് സംസ്ഥാന ഗവൺമെന്റ് അനുവദിച്ചു കൊടുത്തത്. അവർ അന്വേഷിക്കട്ടെ, എന്തിനാണ് തിടുക്കം, എന്തിനാണ് ധൃതി. ഇനി യുവരാജ് ഗോകുലിനോട് ഞാൻ ചോദിക്കട്ടെ, BY വിജയേന്ദ്ര എന്ന് പറയുന്ന ഒരാളെ അറിയുക മുന്നോട്ട് പോയാൽ മതി. യുവരാജ് ഗോകുലെ BY വിജയേന്ദ്ര BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. പറയൂ. വിജയേന്ദ്ര BJPയുടെ സംസ്ഥാന അധ്യക്ഷനല്ലേ? പറയൂ. സംസ്ഥാന അധ്യക്ഷൻ. ഓക്കെ ശരി. അല്ല, താങ്കൾക്ക് അത് അറിയുമെങ്കിലേ ഞാൻ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ടാ സെപ്റ്റംബർ മാസം 1-ാം തീയതി മാധ്യമങ്ങളിൽ വന്ന ഒരു വാർത്ത, ശ്രീ യുവരാജ് ഗോകുൽ, ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് 10-ാം തീയതി 1-ാം തീയതിയാണ് അല്ലേ? ഇന്ന് ഇപ്പോൾ 1-ാം തീയതി വന്ന വാർത്ത യുവരാജ് ഗോകുൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു. താങ്കൾ ഇക്കാര്യത്തിൽ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആവണം. ഞാൻ എടുത്തു ചോദിച്ചല്ലോ, താങ്കൾ ഈ ജസ്റ്റിസ് ഫോർ സൗജന്യ ആക്ഷൻ കമ്മിറ്റിയെ കുറിച്ച് ഇങ്ങനെ വിടാതെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, ക്ലാരിറ്റി വേണം, ഏത് ആക്ഷൻ കമ്മിറ്റിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു ഏത് ആക്ഷൻ കമ്മിറ്റി ആയാലും കൊള്ളാം എന്ന് പറഞ്ഞു. എന്നാൽ ഈ പറയുന്ന താങ്കളുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ BY വിജയേന്ദ്ര സെപ്റ്റംബർ മാസം 1-ാം തീയതി സൗജന്യയുടെ വീട്ടിൽ പോയി. സൗജന്യയുടെ വീട്ടിൽ നേതാക്കൾ സഹിതം ചെന്നു. കുസുമാവതി എന്ന് പറയുന്ന സൗജന്യയുടെ അമ്മയെ കണ്ട് സംസാരിച്ചു. എന്താ സംസാരിച്ചതെന്നറിയോ യുവരാജ് ഗോകുൽ? എന്താ സംസാരിച്ചതെന്നറിയോ? 13 വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വരുന്നത്, താങ്കൾ വരുന്നത്. കുസുമാവതി ആ വിജയേന്ദ്രനോട് ചോദിച്ചതാ. 13 ജനം TV പോയതുപോലെ വളരെ ലേറ്റ് ആയിട്ടാണ് വന്നത്. ലേറ്റ് ആയിട്ട് വന്നിരിക്കാങ്ക.
വിജയേന്ദ്ര സാറ്. അപ്പൊ അമ്മ ചോദിച്ചു, കുസുമാവതി ചോദിച്ചു, എവിടെയായിരുന്നു നിങ്ങൾ 13 കൊല്ലം? എന്റെ മകൾ നഷ്ടപ്പെട്ടിട്ട് 13 കൊല്ലം തികയുന്നു. അപ്പൊ വിജയേന്ദ്ര പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങളിപ്പം പറഞ്ഞതുപോലെയാണ്, പോയതൊക്കെ പോട്ടെ, നിങ്ങളുടെ നഷ്ടം വളരെ വലുതാണ്. അപ്പൊ ആ അമ്മ പറഞ്ഞു, നിങ്ങൾ ഇവിടെ മുഴുവൻ പ്രചരിപ്പിച്ചു, ഞാൻ ഈ മകളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ കോട്ട കെട്ടി വാഴുകയാണ് എന്ന് നിങ്ങൾ പ്രചരിപ്പിച്ചു, നിങ്ങളുടെ പാർട്ടിക്കാർ പ്രചരിപ്പിച്ചു, നിങ്ങളുടെ നേതാക്കൾ പ്രചരിപ്പിച്ചു. 13 കൊല്ലം, 1-2 ഇപ്പൊ ഒരു 1.5 മാസമായിട്ടല്ലേ ഉള്ളൂ ജനം ടി വി പ്രചരിപ്പിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ നിങ്ങൾ 13 കൊല്ലം പ്രചരിപ്പിച്ചു. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ വന്നിരിക്കുകയാണോ? എന്നിട്ട് വിജയേന്ദ്രൻ എന്താ പറഞ്ഞെന്നറിയോ? BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് യുവരാജ് ഗോകുൽ, തൊട്ടടുത്ത സംസ്ഥാനത്തിന്റെ അധ്യക്ഷൻ. നിങ്ങളൊന്ന് വിളിച്ചു ചോദിക്ക്, നിങ്ങൾ BJPയുടെ വക്താവാണല്ലോ, ആ വിവരങ്ങളിലൊക്കെ ഒരു അപ്ഡേഷൻ വേണ്ടതുണ്ട്. എന്നിട്ട് പറഞ്ഞെന്താണെന്നറിയോ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള നിങ്ങളുടെ നിയമ പോരാട്ടത്തിൽ, ആ നിയമ പോരാട്ടം ഏറ്റെടുത്തിട്ടുള്ളത് ഏത് ആക്ഷൻ കമ്മിറ്റിയാണെന്നറിയോ? ജസ്റ്റിസ് ഫോർ സൗജന്യ ആക്ഷൻ കമ്മിറ്റിയാ. ആ സൗജന്യ ആക്ഷൻ കമ്മിറ്റിക്ക് നിങ്ങളുടെ നിയമ പോരാട്ടത്തിന് അങ്ങ് സുപ്രീം കോടതി വരെ പോവുകയാണെങ്കിലും ഞങ്ങൾ പിന്തുണ തരാം എന്ന് വിജയേന്ദ്ര പറഞ്ഞിരിക്കുന്നു. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഛർദിച്ചത് വാരി തിന്നുന്ന നാളുകൾ വരാൻ പോകുന്നു. ഈ കേസിലും വരാൻ പോകുന്നു. ധർമ്മസ്ഥലയുടെ കേസിൽ അക്കാര്യത്തിൽ പറയാനുള്ളത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ആ കുടുംബത്തോട് പോയി പറഞ്ഞു, നീതിക്കായുള്ള പോരാട്ടത്തിൽ കർണാടകയിൽ നിന്ന് മനാഫിനെ സന്തോഷിക്കുന്ന വലിയ സംഭവം തന്നെ അതൊക്കെ. 13 കൊല്ലത്തിന് ശേഷം ഒരു BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ പറയുന്ന വീട്ടിൽ ഈ പറയുന്ന ഈവിൽ പോയി സംസാരിച്ചു എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല. 13 കൊല്ലം നിങ്ങൾ കെട്ടിപ്പൊക്കിയ നുണക്കോട്ടകൾ മുഴുവൻ ആ കുസുമാവതി അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ 13 കൊല്ലം ഞങ്ങളെ കണ്ണീര് കുടിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇടപെടല അനിലേ, ഇടപെടലേ. ഞാൻ പറയട്ടെ നിങ്ങൾ എന്റെ മൈക്ക് മ്യൂട്ട് ചെയ്യുകയും ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെട്ടുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്ന ആളുകൾ ഞാൻ സംസാരിക്കുമ്പോൾ മ്യൂട്ട് ചെയ്യുകയും ഞാൻ പറയുമ്പോ അവരുടെ മൃതദേഹങ്ങൾ ചിന്നയ്യാണല്ലോ ചൂണ്ടിക്കാണിച്ചു കൊടുത്തത്. അതാണ് നമ്പ്യാരെ ഞാൻ പറയുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ ജനം TV മാത്രം കണ്ടാ പോരാ, കർണാടകയിൽ നിന്ന് വരുന്ന വാർത്തകൾ നിങ്ങൾ കാണണം. കേട്ടിട്ടുണ്ടോ? എന്ന് പറയുന്ന സ്ഥലത്ത് ഈ സൗജന്യയുടെ പോയി കാല് പിടിച്ച് കരഞ്ഞ, നിങ്ങളിപ്പോൾ പോയി BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പോയി കാല് പിടിച്ച് കരഞ്ഞ ആ സൗജന്യയുടെ അമ്മാവനെയും കൂട്ടി ബംഗളകുട്ട എന്ന് പറയുന്ന കാട്ടിൽ പോയി അവിടെ കുഴി മാന്തിയപ്പോ അവിടെ കിട്ടിയത് 5 അസ്ഥികൂടങ്ങളാണ്. വാർത്തകൾ വരുന്നത് കാണണം, വാർത്തകൾ വരുന്നത് കാണണം. അല്ലാതെ ഒരാൾ സംസാരിക്കുമ്പോൾ ചന്ദ്രേട്ട സംസാരിച്ചു, ചന്ദ്രേട്ടന്റെ ഭജന ഞാൻ കേട്ടു. അതുപോലെ തന്നെ യുവരാജ് ഗോകുൽ സംസാരിച്ചു. ഒരു വാക്ക് പോലും അനിൽ നമ്പ്യാർ ഇടപെട്ടില്ലല്ലോ. ഞാൻ ചോദിക്കുന്നതിനുള്ള മറുപടിയല്ല താങ്കൾ തരുന്നത്. താങ്കൾ എന്തൊക്കെയോ കാട് കയറി സംസാരിക്കുക. ഞാൻ താങ്കളോട് എന്താ ചോദിച്ചേ? താങ്കൾ ഇതാ ഞെട്ടിക്കുന്ന തെളിവുകളുടെ കെട്ടഴിക്കാൻ പോവുകയാണ്. ഞാൻ എന്റെ കയ്യിൽ തെളിവുകളുണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് തെളിവുകളുണ്ട് എന്ന് പറഞ്ഞ വിനോദ്, നിങ്ങൾ എന്തിനാ ഇപ്പോ നിങ്ങൾ സൗജന്യയുടെ കാര്യം അവിടെ നിർത്ത്. ബാക്കി ഞാൻ ചോദിക്കുന്നത്, ബാക്കി മൃതദേഹങ്ങളുടെ വിശദാംശങ്ങൾ, അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ താങ്കളുടെ കയ്യിൽ ആധികാരികമായ തെളിവുകളുണ്ടെങ്കിൽ താങ്കൾക്ക് ഈ ഫ്ലോറിൽ അവതരിപ്പിക്കാം. നിങ്ങൾ ആക്ഷൻ കമ്മിറ്റി അംഗമല്ലേ? നിങ്ങൾ ആക്ഷൻ കമ്മിറ്റി അംഗമല്ലേ? നിങ്ങൾ അത് നിർത്താൻ പറയും. നിങ്ങൾ ആക്ഷൻ കമ്മിറ്റി അംഗമല്ലേ? കേരളത്തിൽ രൂപീകരിച്ച ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റിയുടെ അംഗമാണ്, അതിന്റെ കൺവീനറാണ്. ഞങ്ങൾ രൂപീകരിച്ച ആക്ഷൻ കമ്മിറ്റിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതേ പറയുന്ന ചിന്നയ്യ അവിടെ മൃതശരീരങ്ങളിൽ കേരള സാരി ഉടുത്ത, സെറ്റ് സാരി ഉടുത്ത സ്ത്രീകളുണ്ടായിരുന്നു, പെൺകുട്ടികളുണ്ടായിരുന്നു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലുള്ള ആളുകൾ. ഞാൻ മറുപടി പറയാണ് നമ്പ്യാരെ, ഞാൻ മറുപടി പറയാണ്, കേൾക്ക്, ഞാൻ മറുപടി പറയാണ്. അങ്ങനെ കേരളത്തിൽ സെറ്റ് സാരി ഉടുത്ത മലയാളി സ്ത്രീകളുടെ ഞാനവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് ചിന്നയ്യ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ രേഖകൾ പരിശോധിച്ചത്.
BJPയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് ഞങ്ങൾ പരിശോധിച്ചു. 2016 മുതൽ 2021 വരെയുള്ള 5-6 വർഷക്കാലം ഈ കേരളത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത് 43,272 സ്ത്രീകളാണ്. അതിൽ 93% തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു. ബാക്കി 7% ഇപ്പോഴും തിരിച്ചു കിട്ടിയിട്ടില്ല. ആ സംഖ്യ കൂട്ടിയാൽ ഏതാണ്ട് 353 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ അടക്കം ഈ 353 പെൺകുട്ടികളാ ഏതായാലും 3000-ലധികം വരും. അതാണ് 2016 മുതൽ 21 വരെയുള്ള കണക്കെങ്കിൽ 1998 മുതൽ 2015 വരെ ഈ ധർമ്മസ്ഥലയിൽ കൊണ്ടുപോയി അവിടെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തി അതിനുശേഷം അവരുടെ മൃതദേഹങ്ങൾ അവിടെ നേത്രാവതി പുഴയോരത്ത് കുഴിച്ചിട്ടു അല്ലേ? അതാണ് ആക്ഷൻ കമ്മിറ്റി കണ്ടുപിടിച്ചത്. പിന്നെ അല്ല അവിടെ പോയില്ല എന്ന് എങ്ങനെയാ നമ്പ്യാർക്ക് ഉറപ്പ്? നിങ്ങൾക്ക് എന്താ ഉറപ്പ് അവിടെ പോയി എന്നുള്ളത്? അത് പറ. അങ്ങനെ പോയിട്ടില്ല അല്ല, പോയിന്ന് എന്താ നിങ്ങൾക്ക് ഉറപ്പ്? ഈ ധർമ്മസ്ഥലയിൽ തന്നെ പോയിട്ടാണ് ഞങ്ങൾ പരാതി കൊടുത്തു. അവിടെ പോയ മലയാളി സ്ത്രീകളെ ബലാത്സംഗത്തിന് വിധേയമാക്കി അവരെ കൊലപ്പെടുത്തി അവരുടെ മൃതദേഹങ്ങൾ മറവ് ചെയ്തു. ഞങ്ങൾ ഇത് എന്താ സംശയം? അതായത് അവിടെ ഈ വെളിപ്പെടുത്തൽ നടത്തിയ കക്ഷി പറയുന്നു കേരള സാരി ഉടുത്ത സ്ത്രീകളെയും ഞാൻ അവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കേരളത്തിൽ നിന്ന് പോയ ആയിരക്കണക്കിന് സ്ത്രീകൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികൾ ഇവർ ഇത്തരത്തിൽ ധർമ്മസ്ഥല പോലുള്ള സ്ഥലത്ത് പോയി കൊല ചെയ്യപ്പെടുകയോ അവിടെ കുഴിച്ചു മൂടപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ? ന്യായമായ സംശയമല്ലേ? ന്യായമായ സംശയം താങ്കൾക്കുണ്ടാവില്ല. താങ്കൾക്ക് ഒരു 1.5 മാസം കഴിയും. BJPക്കാർക്ക് 13 കൊല്ലം പോലെ നിങ്ങൾക്ക് ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾക്ക് സംശയം തോന്നി. ഉണ്ടാവാം. ഇല്ലെന്ന് എങ്ങനെ പറയും താങ്കൾ? അല്ല വിനോദ്, ധർമ്മസ്ഥലയുടെ കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. താങ്കൾക്ക് എങ്ങനെ ഇല്ലെന്ന് പറയാൻ കഴിയും? കാരണം ധർമ്മസ്ഥലയിലേക്ക് കേരളത്തിൽ നിന്ന് ധാരാളം പിൽഗ്രിംസ് പോകുന്ന കേന്ദ്രമാണ്. ധർമ്മസ്ഥല. ആ ധർമ്മസ്ഥലയിൽ ധാരാളം പിൽഗ്രിംസ് പോകുന്ന മലയാളികൾ പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് പോയിട്ടുണ്ടാകുമോ എന്ന് സംശയിക്കുന്നതിൽ എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. അത് വ്യക്തത വരുത്തണം എന്ന് സംസ്ഥാന ഗവൺമെന്റിനോടും മനുഷ്യാവകാശ കമ്മീഷനോടും കർണാടകയിലെ DGPയോടും പരാതി നിയമപ്രകാരമായി ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? താങ്കൾ ഒരു നിമിഷം ചോദിക്കട്ടെ. വിനോദ്, നിങ്ങൾ ഇങ്ങനെ ഈ കാളമൂത്രം പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ. അതായത് താങ്കൾ ഇപ്പൊ എന്താ പറഞ്ഞത്? സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കൂ, അങ്ങനെ ഒരു ചിഹ്നയെ നിങ്ങൾ കൊണ്ടുവന്നു. ആ ചിഹ്നയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത സ്ഥലത്തൊക്കെ റവന്യൂ വകുപ്പിൻ്റെ സഹായത്തോടു കൂടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അവർ ദിവസങ്ങളോളം കുഴിച്ചു അല്ലേ? ആ കുഴിച്ചതിൽ നിങ്ങൾക്ക് എത്ര മൃതദേഹങ്ങൾ കിട്ടി എന്നാണ് ഞാൻ ചോദിച്ചത്. അതിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. ഒന്ന് മാത്രമല്ല, അല്ല നിങ്ങൾ ആക്ഷൻ കമ്മിറ്റിയുടെ ആളല്ലേ, ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാലോ. സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരു വിവരവും SIT പുറത്തു വിട്ടിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയില്ല. അപ്പൊ നിങ്ങളുടെ ആളുകളൊന്നും പരിസരത്ത് ആരും ഉണ്ടായിരുന്നില്ലേ? അപ്പൊ നോക്കൂ, ചിന്നയ്യ പറഞ്ഞതിൽ യുവരാജ് ഒരു മിനിറ്റ്, ചിന്നയ്യ പറഞ്ഞതിൽ വാസ്തവമില്ല എന്ന് മനസ്സിലായി. ഒരു മിനിറ്റ്, ചിന്നയ്യ പറഞ്ഞതിൽ വാസ്തവമില്ല എന്ന് മനസ്സിലായി. പിന്നെ നിങ്ങൾ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്നതാണ് സുജാത ഭട്ടിൻ്റെ ഇല്ലാത്ത മകൾ അനന്യ ഭട്ടിൻ്റെ ആ മൃതദേഹത്തിന് വേണ്ടി അത് വീണ്ടെടുക്കാനുള്ള പോരാട്ടം, അല്ലെങ്കിൽ ഒരു എല്ലിൻ കഷ്ണം അങ്ങനെയാ പറഞ്ഞ്. അതായത് അവർക്ക് ഹിന്ദു മതാചാര പ്രകാരം അവർക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ, ശേഷക്രിയൊക്കെ ചെയ്യാൻ വേണ്ടി ഒരു എല്ലിൻ കഷ്ണത്തിന് വേണ്ടിയാണ് മനാഫ് പാവം ആ വിഷയം ടേക്കപ്പ് ചെയ്തത്. അതാണ് മനാഫ് പറഞ്ഞത് ഈ ഫ്ലോറിൽ വന്നിരുന്നത്. ഇപ്പൊ മനാഫ് എന്താ പറയുന്നത്? അവർക്ക് വട്ടാണെന്ന്. അപ്പൊ നോക്കൂ, ചിന്നയ്യ പൊളിഞ്ഞു, സുജാത ഭട്ട് പൊളിഞ്ഞു. പിന്നെ നിങ്ങളുടെ സംശയം, നിങ്ങൾ ഉയർത്തിയ സംശയം ഒന്നൊന്നായി അത് പൊട്ടിപ്പാളീസാവല്ലേ? ഇനിയും നിങ്ങളുടെ സംശയം തീർന്നില്ലേ? സംശയം ഇപ്പോഴോ അവശേഷിക്കുകയാണോ ശ്രീ വിനോദ്? അത് പറയുന്നതിന് നിങ്ങൾക്ക് കിട്ടിയ സ്വകാര്യ വിവരങ്ങൾ എനിക്ക് വേണ്ട. ഇവിടെ ആധികാരികമായി അവിടെ നിയോഗിക്കപ്പെട്ടിട്ടുള്ള SIT പറഞ്ഞ വിവരങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങൾക്ക് കിട്ടിയ സ്വകാര്യ വിവരങ്ങൾ എനിക്ക് വേണ്ട. നിങ്ങൾ 13 കൊല്ലം കഴിഞ്ഞിട്ട് പോണ ടീമാണ്, 1.5 മാസം കഴിഞ്ഞിട്ട് വാർത്ത അന്വേഷിച്ച് പോണ ടീമാണ്. അങ്ങനെ കിട്ടിയ വിവരങ്ങൾ എനിക്ക് വേണ്ട. SIT പറഞ്ഞത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലുണ്ടോ? അതെനിക്ക് വേണം.
അല്ലാത്തതൊന്നും ഞാൻ ഏറ്റെടുക്കുന്ന പ്രശ്നമില്ല. എന്റെ വിനോദ്, താങ്കൾ ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകനാണെന്ന് എനിക്കറിയാം. 13 കൊല്ലം താങ്കൾ ഒരു കോൺഗ്രസിന്റെ പ്രവർത്തകനാണെന്ന് എനിക്കറിയാം. താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകനാണെന്ന് ഞാൻ ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. താങ്കൾ ഒരു മാധ്യമ പ്രവർത്തകനാണെന്ന്. സ്വാഭാവികമായി ഒരു മാധ്യമ പ്രവർത്തകൻ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പലരെയും ബന്ധപ്പെടും. ഞങ്ങൾക്ക് ഏത് ഇൻവെസ്റ്റിഗേഷൻ പറയുന്നത് ഉത്തമ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖവിലക്കെടുത്ത് ഞങ്ങൾ വാർത്ത കൊടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് അത്തരം വാർത്തകൾ കിട്ടും. ആക്ഷൻ കമ്മിറ്റി കൺവീനർ എന്ന നിലയിൽ ശ്രീ വിനോദിന്റെ അടുത്ത്, ശ്രീ വിനോദ് എന്ന കോൺഗ്രസ് നേതാവിന്റെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് SITക്ക് എത്ര മൃതദേഹ അവശിഷ്ടങ്ങൾ കിട്ടി, അതിലെത്ര സ്ത്രീകളുടെ, ഈ പറഞ്ഞ നഗ്നമായിട്ടുള്ള മൃതദേഹങ്ങളൊക്കെയാണല്ലോ സ്ത്രീകളുടെ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പോയത്, അവർ എന്താ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ പട്ടുസാരിയൊക്കെ എടുത്താണല്ലോ പോയത്. അപ്പോൾ അങ്ങനെ പോയ സ്ത്രീകളുടെ മൃതദേഹങ്ങൾ കിട്ടിയോ എന്ന് സ്വാഭാവികമായിട്ട് എനിക്കും സംശയമുണ്ട്. ആ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾക്ക് കിട്ടിയ ആധികാരികമായിട്ടുള്ള വിവരം വല്ലതുണ്ടെങ്കിൽ പങ്കുവെക്കാം, ഫ്ലോറിൽ പങ്കുവെക്കാം. അല്ല, ഞാനിപ്പോ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിലോ ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ എന്നുള്ള നിലയിലോ ഉള്ള ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞോ? ഇനി എൻ്റെ പൊളിറ്റിക്കൽ അഫിലിയേഷനിലേക്കാണ് വരുന്നത്. ഞാൻ എന്നെ പൊളിറ്റിക്കൽ അഫിലിയേഷന്റെ ഭാഗമായിട്ട് എൻ്റെ പാർട്ടി എന്നെ ചുമതലപ്പെടുത്തിയിട്ടൊന്നുമില്ല. എനിക്ക് എൻ്റെ പാർട്ടിയുടെ അഫിലിയേഷൻ ഉണ്ട്. പക്ഷെ ഞാൻ അതിന്റെ അടിസ്ഥാനത്തിലല്ല ഞാൻ അവിടെ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. കമന്റും എനിക്ക് പറയാനില്ല. ആക്ഷൻ കമ്മിറ്റി എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കൂ. അങ്ങനെയും ധാരാളം മാധ്യമപ്രവർത്തകരുണ്ട്. അതാണല്ലോ ചോദിച്ചത്. താങ്കളുടെ കയ്യിലുള്ള തെളിവുകൾ, അത് ഞാൻ ചോദിക്കുന്നത് എത്ര മൃതദേഹാവശിഷ്ടങ്ങൾ കിട്ടി, അതിൽ എത്ര സ്ത്രീകളുടെ മൃതദേഹ അവശിഷ്ടങ്ങളുണ്ട്, അതൊന്ന് പറഞ്ഞാൽ പോരെ? ആക്ഷൻ കമ്മിറ്റി കൺവീനർ അതെങ്കിലും അറിയേണ്ടതല്ലേ? ഏറ്റവും ഇതെങ്ങനെയാ എനിക്കറിയാ എന്നാ വേണ്ട. ഒരു മാധ്യമങ്ങളെ നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ തെളിവുകളൊക്കെ 1000-ഓളം ഉദ്യോഗസ്ഥരെ ഡിപ്ലോയ് ചെയ്തുകൊണ്ടാണ്. പക്ഷേ മാധ്യമങ്ങളിൽ വാർത്തകൾ പുറത്തു വരുന്നു. ഇന്നലെ പോലും മിനിയാന്ന് പോലും വാർത്തകൾ പുറത്തു വരുന്നു. ബംഗളഗുട്ടെ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മഹസർ തയ്യാറാക്കാൻ ഈ തലയോട്ടി എടുത്തുകൊണ്ടുപോയി എന്ന് പറയുന്ന സൗജന്യയുടെ അമ്മാവനെയും കൂട്ടി വിട്ടൽ ഗൗഡയെയും കൂട്ടി ഈ SIT ടീം ചെന്ന സമയത്ത് അവിടെ നിന്ന് കുഴിച്ചെടുത്തത് മൾട്ടിപ്പിൾ സ്കെലിട്ടൺസ് ആണെന്ന് കർണാടകയിൽ നിന്ന് വാർത്തകൾ വരുന്നു. എനിക്കറിയില്ല ആ വാർത്തയുടെ ആധികാരികതയെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. പക്ഷെ വാർത്തകൾ വരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അതേ അല്ലെന്ന് മാധ്യമ ലോകം എന്ന് പറയുന്നത് വിശാലമാണ് അനിൽജി, താങ്കളോട് പറയേണ്ടതില്ല. പല വാർത്തകളും വരും, പല വിശേഷങ്ങളും വരും. അത് ശരിയേത് തെറ്റേത് എന്ന് തെളിയിക്കേണ്ട ബാധ്യത അതിൽ ഇടപെടുന്ന അഭിപ്രായം പറയുന്ന ആളുകൾക്കല്ല. അതിനാണ് നമ്മളൊക്കെ ചെല്ലും ചെലവും കൊടുത്ത് ശമ്പളം കൊടുത്ത് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥരെ അവിടെ നിയോഗിച്ചിട്ടുള്ളത്. അവിടെ SIT എന്ന് പറയുന്ന ഒരു ടീമിനെ അവിടെ വെച്ചിട്ടുണ്ട്. അവരുടെ വാർത്തകൾ വരട്ടെ, കാത്തു നിൽക്കൂ. എന്തിനാണ് നിങ്ങൾക്ക് വ്യഗ്രത? അങ്ങനെയാണെങ്കിൽ അത് പറഞ്ഞ പോലെ നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ തെളിവുകളുണ്ട്. ആദ്യ വാർത്ത കൊടുക്കാൻ 1.5 മാസമെങ്കിലും അനിൽജി നിങ്ങൾ ഈ SIT ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അവർ അന്വേഷണം പുരോഗമിക്കുമ്പോൾ അവർ 1.5 മാസമെങ്കിലും അനിൽജി കാത്തു നിൽക്കണ്ടേ? 4 പതിറ്റാണ്ട് കൊണ്ട് നടന്ന കേസല്ലേ, അത് 4 ദിവസം കൊണ്ട് തീരുമാനം ഉണ്ടാക്കി തരണം എന്ന് പറയുന്നത് കടുത്ത കാര്യമല്ലേ? അങ്ങനെ പറയാൻ പാടുണ്ടോ? അവർക്ക് 90 ദിവസം അനുവദിക്കൂ, അവര് റിപ്പോർട്ട് കൊടുക്കട്ടെ. അല്ലാതെ വിടുവായത്തത്തിലേക്ക് പോകാതിരിക്കുക. യെസ്.